Very good morning, dear students. So today we are going to see the last part of the economics. നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ലാസ്റ്റ് ഭാഗമാണ്. അതേപോലെ എക്കണോമിക്സ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൻ്റെ തന്നെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഇതുവരെയ്ക്കുമുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ തന്നെ നല്ല റെസ്പോൺസസ് ഉണ്ട്. കുട്ടികളുടെ അടുത്ത് കൃത്യമായിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് കുട്ടികളത് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാറുണ്ട്. സോ ആ ഒരു ശീലം നിങ്ങൾ കളയരുത്. നമ്മൾ നോട്ട്സ് എഴുതാൻ പറയുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ക്ലാസ് റൂം ട്രാൻസാക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ രീതിയിൽ തന്നെയാണോ എൻ്റെ മക്കൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അവർക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് നോട്ട്സ് എഴുതാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ ഇന്നത്തെ നമ്മുടെ പോർഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് നമുക്ക് വരുന്നത്. അതിലെ ഇന്ത്യൻ എക്കണോമി ഇൻ ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ റിജൈൻ അതിലെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രേഡ് എന്ന് പറയുന്നത് ഹാസ് ബീൻ ആൻ എൻജിൻ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഈ എക്കണോമി എന്ന് പറയുന്നതിനെ ഓടിച്ചു കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ട്രേഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ എൻജിൻ പാർട്ട്, അതിന് മൂവ്മെൻറ്റ് വരുത്തുന്നതാണ്. ട്രേഡ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലാണ് എക്കണോമിക്കൽ ആക്ടിവിറ്റീസിൽ എക്കണോമിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇൻഡസ്ട്രീസിന് ഡെവലപ്മെൻറ്റ് വരുമ്പോഴാണ് ടോട്ടൽ എക്കണോമിയിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ട്രേഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. ട്രേഡ് ഹാസ് ബീൻ ആൻ എൻജിൻ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇൻ്റർനാഷണൽ ട്രേഡ് played a very important role in the economic development or the economic growth. Many developing countries achieved high per capita income through export-led growth. ഓക്കെ, അപ്പോൾ ഓരോ നാടിനും അവരുടെ നാടിന് വളർച്ച ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്തൊക്കെയായിരുന്നു, കോസസ് എന്താണ്, റീസൺസ് എന്താണ് എന്ന് നമുക്ക് നോക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് നമുക്ക് അവരുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അവർ എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് വെൻ അതർ കൺട്രീസ് പർച്ചേസ് ഗുഡ്സ് ഫ്രം ദി കൺട്രീസ്, അവരുടെ കൺട്രീസിൽ നിന്ന് ബാക്കിയുള്ള കൺട്രീസ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്ചേഞ്ച് വാല്യൂ അതൊക്കെയാണ് അവരുടെ ശരിക്കും പറഞ്ഞ ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, റെക്കഗ്നൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതിന് ശേഷം ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, ഓക്കെ, ലീഡിങ് കൺട്രീസ് ഏകദേശം ലീഡ് ചെയ്യുന്ന എല്ലാ കൺട്രീസും നമ്മുടെ ഡെവലപ്മെൻറ്റിൽ മുന്നോട്ട് ലീഡ് ചെയ്യുന്ന ഓരോ കൺട്രീസും എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് came together to form an international forum for the promotion of international trade. And this resulted in the formation of General Agreement on Tariff and Trade എന്നുള്ളതാണ്, ഘാട്ട് എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഓൺ 1st January 1948 ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് തന്നെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എല്ലാ ലീഡിങ് കൺട്രീസും ഒക്കെ കൂടി ഒരു ഇൻ്റർനാഷണൽ ഫോറം ക്രിയേറ്റ് ചെയ്ത് അവർ ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ജനറൽ അഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്നത് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് താരിഫ്, കോട്ട, സബ്സിഡീസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. Primary objective of GATT was the promotion of international trade by removing the restrictions on trade like tariffs, quotas and subsidies. GATT was defined through several rounds of negotiations. Last round of GATT negotiation, the Uruguay round, led to the formation of the World Trade Organization. അങ്ങനെ കുറേ നെഗോഷിയേഷന് ശേഷമാണ്
നമ്മൾ ഇതിനൊരു ഫൈനൽ തിങ്, ദറ്റ് ഈസ് ഫൈനലി നടന്ന ഉറുഗ്വേയിൽ നടന്നിട്ടുള്ള നെഗോഷിയേഷന് ശേഷമാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അതുവരെയും നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ്, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഫോറം അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായിട്ട് ഫോം ചെയ്തിട്ടുള്ളത് 1995 1st January. ഓക്കെ, ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇസ് എ മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻ. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അക്രോസ് ദ വേൾഡ് by removing the restrictions of trade and encouraging fair trade practices. സോ ഇവരെന്താണ് ഈ ട്രേഡ് ഉള്ള എല്ലാ റെസ്ട്രിക്ഷൻസും റിമൂവ് ചെയ്തു. സോ ദേ ക്യാൻ ദറ്റ് ഈസ് ഏത് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും ക്യാൻ ഫ്ലോ ഫ്രം എനി കൺട്രി എന്നുള്ള രീതിയിലാണ്. സോ അത്രയും ഫ്രീഡം അവർ തന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതുമല്ല താരിഫ് വേണ്ട, അല്ലെങ്കിൽ അതുമല്ല അതർ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവർ റിമൂവ് ചെയ്തു. മൊത്തത്തിൽ തന്നെ നമുക്കൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അക്രോസ് ദ വേൾഡ് ബൈ റിമൂവിങ് ഓൾ ദി റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ് ആൻഡ് എൻകറേജിങ് ഫെയർ ട്രേഡ് പ്രാക്ടീസസ്. സോ അവിടെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അതേപോലെ തന്നെ ഫെയർ ട്രേഡ് പ്രാക്ടീസസിലാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഇനി 2016 WTO has 164 members representing almost all trading nations of the world. ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 2016 എത്ര കൺട്രീസ് ഉണ്ട്? 164 മെമ്പേഴ്സാണ് ഏതിലുള്ളത്, റെപ്രസെൻറ്റിങ് ഓൾമോസ്റ്റ് ഓൾ ട്രേഡിംഗ് നേഷൻസിനെ റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നൗ വിൽ മൂവ് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO എന്നുള്ളത് നോക്കാം. അപ്പോൾ അവിടെ വരുന്നത് പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ്, achieving fair trade among nations without discrimination, facilitating higher global growth through fair international trade, achieving peace through the removal of trade wars. സോ ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇൻ്റർനാഷണൽ ട്രേഡിന് ഒന്നുകൂടിയും പ്രൊമോഷൻ തരാൻ തുടങ്ങി. ട്രേഡിൽ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫെയർ ട്രേഡ് പ്രാക്ടീസസ് കൊണ്ടുവരാനായിട്ട് തുടങ്ങി. എല്ലാ കൺട്രീസ് തമ്മിൽ അവിടെ ഡിസ്ക്രിമിനേഷൻ ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ ഫെസിലിറ്റേറ്റിംഗ് ഹയർ ഗ്ലോബൽ ഗ്രോത്ത് ത്രൂ ഫെയർ ഇൻ്റർനാഷണൽ ട്രേഡ്. ആൻഡ് ദെൻ ഓൾ ഓവർ ദി വേൾഡ് നമ്മൾ പീസും അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങി. കാരണം ട്രേഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ് വാറുകളൊന്നും വേണ്ട, കാരണം എല്ലാ റെസ്ട്രിക്ഷൻസും നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ് വി ക്യാൻ ബ്രിങ് എനി കൈൻഡ് ഓഫ് ഗുഡ്സ് ദറ്റ് ഈസ് വിച്ച് ഈസ് സപ്പോർട്ടഡ് ബൈ ദി കൺട്രി എന്നുള്ള കാര്യങ്ങളാണ്. സോ അത് കൺട്രിയിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഏത് രാജ്യത്ത് നിന്ന് വേണമെന്നുണ്ടെങ്കിലും കൊണ്ടുവരാം, നമുക്ക് അതേപോലെ ഏത് രാജ്യത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും കയറ്റി അയക്കാം. അങ്ങനെ കംപ്ലീറ്റ് ട്രേഡിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളും അതിൻ്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആക്കി കുറച്ചും കൂടി മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കുറച്ച് ഫ്രീ ഫ്ലോ ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. To realize its goals, the WTO performs the following functions: administers WTO for trade negotiations, settles trade disputes, monitors and reviews national trade policies, assists members nations in trade policies through technical assistance, imparts training programs, provides technical assistance and cooperates with international organizations. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് അഡ്മിനിസ്റ്റർ ചെയ്യാം. അതേപോലെ തന്നെ ട്രേഡ് നെഗോഷിയേഷൻ, അതായത് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ള രീതിയിൽ ഫോം ചെയ്യാം. അതേപോലെ ട്രേഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക, അതൊക്കെ ഒന്ന് സെറ്റിൽമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. ആൻഡ് ദെൻ മെമ്പർ നേഷൻസിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അസിസ്റ്റ് ചെയ്യാം, ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. അതേപോലെ ഇവർക്ക് ദറ്റ് ഈസ് ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ദെൻ ഓവറോൾ കോപ്പറേഷൻ വിത്ത് ദി ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്.
ഇനി we will see what are the guiding principles of WTO എന്താണെന്നുള്ളത് നോക്കാം. Unlike GATT, which do not cover trade in services, the agreements of WTO cover a wide area. All trade in goods, services and agricultural products come under the WTO agreement. These agreements are based on the following principles. എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്നുള്ളത് നോക്കാം. Okay, first point is non-discrimination. According to this principle, every member country must treat all its trading partners equally without any discrimination. ഒരു രാജ്യം മറ്റൊരു രാജ്യങ്ങളായിട്ട് ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. കാരണം മെമ്പർ കൺട്രീസ് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. In practice, this means that if a country offers any special concession of one trading partner, such concessions will be automatically extended to its other trading partners as well. ഇപ്പോൾ ട്രേഡിംഗ് പാർട്ട്ണറിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് നമ്മൾ ഒരു കൺസെഷൻ റേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി എക്സ്റ്റെൻഡ് ടു ദി അതർ പാർട്ട്നേഴ്സ് ഓൾസോ. സോ ആരൊക്കെയാണോ ആ പറയുന്ന കൺട്രീസായിട്ട് ബിസിനസ് ചെയ്യുന്നത് അവർക്ക് എല്ലാവർക്കും തന്നെ ഒരുപോലെ ദറ്റ് ഈസ് ആ കൺസെഷണൽ റേറ്റ് പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളതാണ്. സോ ഒരു രാജ്യത്തിന് മാത്രം അല്ലെങ്കിൽ ഒരു മെമ്പർ കൺട്രിക്ക് മാത്രം നമ്മൾ ഒരു പ്രിഫറൻസും അവിടെ കൊടുക്കുന്നില്ല. സോ ദോസ് ഹു ആർ ഇൻവോൾവ്ഡ്, ദോസ് കൺട്രീസ് വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ സെയിം ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരിക്കും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. For instance, example തന്നിട്ടുണ്ട്. If the USA offers a concession to Japan, this concession will automatically be available to India too. Okay, കാരണം US-ൻ്റെ ഭാഗമായിട്ട് US-ഉം ഇന്ത്യയും ജപ്പാനും കാര്യങ്ങളൊക്കെ അവരൊക്കെ കൂടിയിട്ടാണ് ആ പാർട്ട്ണർഷിപ്പ് ബേസിസിൽ നിൽക്കുന്നതെങ്കിൽ if USA gives any concession to the Japan, then that concession will be extended to the other countries just like India also. അപ്പോൾ ഇന്ത്യയിൽ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ അവർക്കും അത് കിട്ടും. സിൻസ് ഇന്ത്യ ഈസ് USA's ട്രേഡിംഗ് പാർട്ട്ണർ, നമ്മൾ US-ൻ്റെ ട്രേഡിംഗ് പാർട്ട്ണറാണ്. സോ ഓട്ടോമാറ്റിക്കലി US ആയിട്ട് കരാർ ഒപ്പിട്ടിട്ടുള്ള ഏത് രാജ്യങ്ങൾക്കും ഒരുപോലെ ആയിരിക്കും അതിൻ്റെ കൺസെഷണൽ റേറ്റ് വരുന്നത്. ഓക്കെ. And then the principle of non-discrimination effectively gets translated into the most favored nation status. So പിന്നെ വരുന്ന പ്രിൻസിപ്പിൾ ഓഫ് നോൺ ഡിസ്ക്രിമിനേഷൻ എഫക്റ്റീവ്ലി ഗെറ്റ്സ് ട്രാൻസ്ലേറ്റ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ വരാണെന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നത് മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്നുള്ളൊരു രീതിയിലാണ്. നെക്സ്റ്റ് വൺ ഇസ് റെസിപ്രോസിറ്റി. This principle requires that any concession extended by one country to another need to be reciprocated with an equal concession to other countries so that it does not cause a big difference in the countries' balance of payment situations. The principle of reciprocity, along with the principle of non-discrimination, would result in more and more liberalization of the world trade, as any country relaxing its trading barriers need to extend it to all other members, and this would be reciprocated. ഇപ്പോൾ US അതേപോലെ തന്നെ ഒരു കൺസെഷണൽ റേറ്റിന് കൊടുത്തു. ഓക്കെ. അപ്പോൾ അവരുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എല്ലാവർക്കും എന്താണ് അത് ആ കൺസെഷണൽ റേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനും എൻജോയ് ചെയ്യാനായിട്ടും സാധിച്ചു. ഇനി എപ്പോഴെങ്കിലും ഇന്ത്യ എന്തെങ്കിലും സാധനങ്ങൾ അവിടേക്ക് കയറ്റി അയക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രീസിന് ഏതെങ്കിലും ഒരു കൺട്രിക്ക് കൺസെഷണൽ റേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ട്രേഡിംഗ് പാർട്ട്നേഴ്സിനും അത് ഈക്വലായിട്ട് തന്നെയാണ് വരിക. സോ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്കും അത് കിട്ടും. ഇറ്റ് റെസിപ്രോക്കേറ്റ്സ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് അതിൻ്റേതായ ഗുണം കിട്ടാതെ പോകരുത്, വലിയ രീതിയിലുള്ളൊരു ഡിസ്ക്രിമിനേഷൻ അവർ തമ്മിൽ വരരുത് എന്നുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. സോ ഒരു ബാലൻസ്ഡ് എക്കണോമി ആയിട്ട് നമുക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആൻഡ് തേർഡ് വൺ ഈസ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രാൻസ്പാരൻസിയാണ്. The principle of transparency requires that there is complete transparency in the domestic trade policies of member countries. The member countries are required to phase out the tariff barriers and non-tariff barriers
ത്രൂ നെഗോഷിയേഷൻസ്. സോ നമ്മുടെ എന്താ പറയുന്നത്, ട്രാൻസ്പാരൻസി എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്. സോ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാ മേഖലകളിലും വളരെ വ്യക്തമാണ്, ജനങ്ങൾക്ക് വളരെ ക്ലിയറായിട്ടും കാര്യങ്ങൾ അറിയാം. ഒന്നും ഹൈഡ് ചെയ്യാനായിട്ടില്ല. എവറിത്തിങ് ഈസ് മെയ്ഡ് നോൺ ടു ദി പബ്ലിക് എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലൂടെ ഇറ്റ് ഈസ് റെക്കോർഡഡ്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഈസ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പ്ലേസസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ വാട്ട് വി ആർ ഡൂയിങ് എന്നുള്ളത് വിൽ ബി എ ക്ലിയർ പിക്ചർ ടുമോറോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളതിൽ വെള്ളം ചേർക്കുന്നില്ല. ഇത് വാട്ട് എവർ ട്രാൻസാക്ഷൻസ് വി ആർ ഡൂയിങ്, ലെറ്റ് ഇറ്റ് മേക്ക് ഇറ്റ് ട്രാൻസ്പാരൻറ്റ് സോ ദാറ്റ് there will be no doubt for anyone also എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ complete transparency in the domestic trade policies of member countries. The member countries എന്താ ചെയ്യുന്ന required to phase out the tariff barriers and non-tariff barriers through negotiation. അപ്പോൾ എന്തെങ്കിലും താരിഫ് ബാരിയേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നെഗോഷിയേഷനിലൂടെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. സോ ഈ 3 പ്രിൻസിപ്പിൾസാണ് ഒരു ഫ്രീ ട്രേഡ് ആൻഡ് കോമ്പറ്റേറ്റീവ് മൂവ്മെൻറ്റ് കൊണ്ടുവരാനും ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മളൊരു കോമ്പറ്റേറ്റീവ്നെസ് ഫേസ് ചെയ്യാനായിട്ടുള്ള നമുക്ക് എല്ലാ തരത്തിലുള്ള ഒരു കറേജ്നെസ്സും തന്നിട്ടുള്ളത് ഈ WTO ആണ്. അവർ കൊണ്ടുവന്നിട്ടുള്ള ലിബറലൈസേഷനാണ് അതിനൊക്കെ വഴിയൊരുക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഹൗ ഇറ്റ് ഈസ് ഇൻ ഇന്ത്യ എന്നുള്ളത് നമുക്ക് നോക്കാം. WTO and India. India is a founder member of the World Trade Organization. India was treated as a leading country in the developing countries group. India played a leading role in the negotiations and bargaining on behalf of developing countries for accessing the concessions granted by the World Trade Organization. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫൗണ്ടർ മെമ്പറാണ്. ആൻഡ് ഓൾസോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് വി ആർ ദി ലീഡിങ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കൺട്രി എന്നുള്ളതും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ അത് മാത്രമല്ല നെഗോഷിയേഷൻസ്, അതേപോലെ തന്നെ ബാർഗെയിനിങ്, ഇതിലൂടെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ഗുണകരമായിട്ടുള്ളത് എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. ഇംപ്ലിക്കേഷൻസ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഓൺ ഇന്ത്യ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. റിഡക്ഷൻ ഓഫ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. The WTO agreement involves an overall reduction of peak and average tariff on manufactured products and phasing out quantitative restrictions over a period. Consequently, India reduced its peak import duties and average import duties in successive budgets. Even though this has reduced the effective level of protection for domestic manufacturers, it has made them far more efficient and competitive. അതായത് പീക്ക് താരിഫ് റേറ്റിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. സോ അതൊക്കെ റെഡ്യൂസ് ചെയ്തു ഏതുമേ, മാനുഫാക്ചേർഡ് ഗുഡ്സുമേ. അപ്പോൾ ചെറിയ രീതിയിൽ അത് എഫക്റ്റ് ചെയ്തത് എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സിന് ചെറിയ രീതിയിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ ദിസ് ഹാസ് റെഡ്യൂസ് ദ എഫക്റ്റീവ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ. ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സിന് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ ലെവൽ ഒന്ന് കുറഞ്ഞെങ്കിലും വേൾഡ് ലെവലിൽ കോമ്പറ്റേറ്റീവ്നെസ് നേരിടാനായിട്ടുള്ള മോർ എഫിഷ്യൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കുറച്ചും കൂടിയും ബെറ്റർ പ്രോഡക്ട്സ്, ക്വാളിറ്റി പ്രോഡക്ട്സ്, സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്ട്സ് വേൾഡ് മാർക്കറ്റിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓൺലി ദ ബെസ്റ്റ് വിൽ സർവൈവ് അണ്ടർ ദ പ്രസൻറ്റ് കോമ്പറ്റേറ്റീവ് എൻവയൺമെൻറ്റ് ഗ്ലോബലി. അല്ലേ, ഏറ്റവും ബെസ്റ്റാണെന്ന് ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത്. ഒരാളും പോയിട്ട് വേസ്റ്റ് സാധനങ്ങൾ മേടിക്കില്ല. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത. എന്താണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ക്വാളിറ്റി ഈസ് സെറ്റ് അസൈഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ദ second quality
is given for the consumption of the people. എന്നിട്ട് അതിൽ നമ്മൾ വീണ്ടും തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ വേസ്റ്റ് ഈസ് ഗിവൻ ടു ദി പുവർ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അല്ലെങ്കിൽ ടു ദ റീറ്റെയിലേഴ്സ് എന്നുള്ള രീതിയിലാണ്. ആൻഡ് സം ട്രേഡ് ഓണേഴ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ സം ഷോപ്പ് കീപ്പേഴ്സ്, സം ഹോൾസെയിൽ പ്രാക്ടീഷണേഴ്സ്, അവരെന്ത് ചെയ്യും, ഈ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അവർ ഏറ്റവും ഹയസ്റ്റ് റേറ്റിന് മാർക്കറ്റിൽ, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവർ സെയിൽ ചെയ്യും. ഓക്കെ, അതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഇതൊന്നും എവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കള്ളത്തരവും എക്സ്പോർട്ട് മാർക്കറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അവർ പറയുന്ന സ്റ്റാൻഡേർഡ്, അവർ പറയുന്ന ക്വാളിറ്റി, അതിലേക്ക് എത്തുന്നത് മാത്രമേ അതിലൂടെ കടന്നു പോകുള്ളൂ. സിമ്പിളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇന്ത്യൻ, ഓക്കെ, ദാറ്റ് പേഴ്സൺ ഈസ് ലിവിങ് ഇൻ ഫ്രാൻസ്. സോ ആളുടെ റിലേറ്റീവ് ഇവിടുന്ന് ഒരിക്കൽ ഫ്രാൻസ് വിസിറ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ ഈ റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അവിടെ പോയി, അപ്പോൾ അവർ ഈ എന്താ പറയുക, ഭക്ഷണം കഴിക്കണ നേരത്ത് ഒരു ഇതുണ്ടായിരുന്നു, ക്ലോവ് ഉണ്ടായിരുന്നു, കരയാമ്പൂ. ഈ ക്ലോവ് എടുത്തിട്ട് ഒന്ന് അവർ അറിയാതെ ഒന്ന് കടിച്ചു നോക്കി. അത് കടിച്ചു നോക്കിയപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര എരിവായിരുന്നു. അതേപോലെ കണ്ണിന്നൊക്കെ വെള്ളം വന്നു പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ഇത് എവിടുത്തെ, ഏത് രാജ്യത്തു നിന്ന് വരുന്ന സാധനം, ഇത്രയും സ്പൈസി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്, ജസ്റ്റ് വൺ ഇസ് എനഫ് ഫോർ എ എൻറ്റയർ ഡിഷ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഇന്ത്യയിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു കറിക്ക് തന്നെ ചിലപ്പോൾ നമ്മൾ 2 3 അല്ലെങ്കിൽ 4 ക്ലോവ്സ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ അതല്ല, ജസ്റ്റ് വൺ ഇസ് എനഫ് ഫോർ ദി എൻറ്റയർ തിങ് എന്നുള്ളതാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ദിസ് ഈസ് ഫ്രം ഇന്ത്യ. ഓക്കെ, അപ്പോഴാണ് അവർ ഞെട്ടിപ്പോയത്. ഞങ്ങൾ ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഇത്ര നല്ല ക്വാളിറ്റി ഒന്നും കിട്ടണില്ലല്ലോ എന്നുള്ളതാണ്. യെസ്, വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. ബിക്കോസ് ഏറ്റവും ഭംഗിയുള്ളത്, ഏറ്റവും നല്ല സാധനങ്ങൾ, അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ളത്, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് മോശമായിട്ടുള്ള നമുക്ക് തന്നാലും കുഴപ്പമില്ല, നല്ല സാധനങ്ങൾ നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ കൊടുക്കുക. ബട്ട് വാട്ട് ദി അതർ കൺട്രീസ് ഡു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതർ കൺട്രീസ് എന്താ ചെയ്യുന്നത്? ദ ബെസ്റ്റ് ക്വാളിറ്റി ഈസ് ഇമ്പോർട്ടഡ് ആൻഡ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഈസ് ഗിവൻ ടു ദി ഈസ് സപ്ലൈഡ് ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓൾസോ. ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഡൊമസ്റ്റിക് മാർക്കറ്റിലും അവർ ഒരേ സ്റ്റാൻഡേർഡ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബട്ട് വി പീപ്പിൾ 2 ക്വാളിറ്റി, 2 തരത്തിലുള്ള ബിഹേവിയറാണ് നമ്മളവിടെ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ കൺസ്യൂമേഴ്സ് ഹാവ് ബെനിഫിറ്റഡ് സബ്സ്റ്റാൻഷ്യലി ഫ്രം ദി ലോവർ താരിഫ്സ്. ഇപ്പോൾ താരിഫ് റേറ്റൊക്കെ നമ്മൾ കുറച്ചതോട് കൂടിയിട്ട് കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമുക്ക് നല്ല പ്രോഡക്റ്റ്സ് കൊടുക്കാനും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യാനും ഏത് ടഫ് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാനായിട്ട് വി ആർ എക്യുപ്ഡ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്, ദറ്റ് ഇസ് ട്രിംസ് എന്നാണ് പറയുന്നത്. ട്രിംസ് ഡീൽ വിത്ത് ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ട്രേഡ്. ഇൻവെസ്റ്റ്മെൻറ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഡീൽ ചെയ്യുന്നത് ട്രിമാണ്. Trim agreement prohibits the host country from discriminating against investments abroad. So, ഈ ട്രിമാണ് എന്താണ് പറയുന്നത്, മറ്റു രാജ്യങ്ങളും നമ്മളും തമ്മിലുള്ള എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുന്നതും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തുന്നതും അവർ തന്നെയാണ്. ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി ആൻഡ് ഫെയർലി വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. Consequent to trims, foreign investment has increased globally. So, ഈ ട്രിംസ് കൊണ്ടുവന്നതിൻ്റെ എഫക്റ്റ് എന്തായിരുന്നു? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, ഇനി തേർഡ് വൺ, ട്രിപ്പ്, ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അതിനെ കുറിച്ചിട്ടാണ്. So, TRIPS are trade-related intellectual property rights that includes several categories of intellectual property like patents, copyrights, trademarks, geographical indications, designs, industrial circuits, and trade secrets. Okay, so every company has its own designs or its own symbol, its own trademark,
ഓരോന്നുണ്ടായിരിക്കും. ഓരോ കമ്പനിക്കും അവരുടേതായ പ്രോഡക്റ്റിൻ്റെ പേരുണ്ടായിരിക്കും. അത് ട്രേഡ് മാർക്കായി രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ്, അതിന് ഡിസൈൻ, അതിന് കൊടുക്കുന്ന നമ്മൾ കളർ കോമ്പിനേഷൻ, അതിന് കൊടുക്കുന്ന ഔട്ടർ ലുക്ക്, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓരോ കമ്പനീസിനും നമ്മൾ കൊടുക്കുന്ന ദാറ്റ് ഈസ് ഓരോ സിമ്പിൾസ് ഉണ്ടായിരിക്കാം, ഓരോ കളർ കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ സംടൈംസ് അത് ബ്രാൻഡഡ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ഹോൾ വേൾഡ് അറിയാവുന്ന ബ്രാൻഡുകളായിട്ടത് മാറും. നമ്മളത് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനീസ് അത് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളത് എന്താ പറയുക, പേറ്റൻറ്റ് റൈറ്റ് എടുത്തിട്ടുള്ളതാണ്, കോപ്പി റൈറ്റ് എടുത്തിട്ടുള്ളതാണ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ നമ്മൾ കവർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോപ്പി ചെയ്തിട്ടുള്ള കമ്പനിയുടെ എതിരെ കേസ് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ കമ്പനിയുടെ ലോഗോ, നമ്മുടെ കമ്പനിയുടെ ഡിസൈൻ, നമ്മുടെ കമ്പനിയുടെ ദാറ്റ് ഈസ് ബ്രാൻഡ് നെയിം, ട്രേഡ് മാർക്ക്, അതേപോലെ പേറ്റൻറ്റ്സ്, കോപ്പി റൈറ്റ്സ്, ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് ട്രിപ്സ് എന്ന് പറയുന്നത്. Okay, these provide legal recognition and protection to intellectual property. TRIPS provide strong provisions against theft of intellectual property. ആരെങ്കിലും അത് കട്ടെടുക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സ്വന്തമാക്കാനോ കോപ്പി ചെയ്യാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. Since the legal provisions for these intellectual property vastly varied between countries, there were serious grievances by countries, particularly developed countries, against developing countries that provided inadequate legal protection for intellectual property. സാധാരണ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ് കോപ്പി ചെയ്യാറുണ്ട്. സോ അങ്ങനെയൊക്കെ ആരെങ്കിലും കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് എതിരെ കൊടുക്കാവുന്ന അല്ലെങ്കിൽ ഫയൽ ചെയ്യാവുന്ന കംപ്ലൈൻ്റാണ്. പക്ഷെ എന്നാലും വലിയ രീതിയിൽ ചിലപ്പോൾ ഇതിന് ഗുണം കിട്ടണമെന്നില്ല, എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. Therefore, World Trade Organization agreement on TRIPS stipulated some basic uniformity of intellectual property law among all trading partners. And then Indian law recognized only process patents. We recognized product patents. Recognition of product patents. So ഇവിടെ എന്തുണ്ടായെന്നുണ്ടെങ്കിൽ recognition of product patents has prevented Indian pharmaceutical companies from producing patented drugs. അപ്പോൾ patented drugs produce ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസ്, ദാറ്റ് ഈസ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ദാറ്റ് ഈസ് എന്താ പറയുക, ഈ ഒരു പേറ്റൻറ്റ് ആക്ട് വന്നതോട് കൂടിയിട്ട് പ്രോഡക്റ്റ് പേറ്റൻസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് കോപ്പി ചെയ്ത് ഉണ്ടാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ ദാറ്റ് ഈസ് ഡ്രഗ്സിനെ നമ്മൾ തടഞ്ഞു എന്നുള്ളതാണ്. സോ കമ്പാരിറ്റീവ്ലി അതിൻ്റെ എഫക്റ്റ് എന്താ ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഇതൊക്കെ MNC കമ്പനീസിൻ്റെ കയ്യിലാണ്, മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ കയ്യിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. സോ അവരെന്ത് ചെയ്തു, അവരുടെ പ്രോഡക്റ്റിന് ഹൈ പ്രൈസ് ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ബേസിക്കലി നമുക്ക് പ്രോഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് പോലും കിട്ടാൻ ഇല്ലാത്തൊരവസ്ഥയിലേക്കായി. ഇപ്പോൾ നിങ്ങൾക്കിവിടെ അറിയാം, ജൻ ഔഷധി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് വളരെ വില കുറവിനാണ് അവിടെ പല മരുന്നുകളും നമുക്ക് ലഭിക്കുന്നത്. അത് ജനറിക് മെഡിസിൻസ് മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ജനറിക് മെഡിസിൻസ് പ്രൊവൈഡഡ് ഇസ് വെരി ലോ റേറ്റിന്. ചിലപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് ദി നല്ല കമ്പനിയുടെ പ്രോഡക്റ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സിപ്ല,
അതേപോലെ തന്നെ ഫൈസർ, ഇതൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനീസാണ്. സൺ ഫാർമസ്യൂട്ടിക്കൽസ്. സോ ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഡ്രഗ്സിനേക്കാളും വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ സെയിം കോമ്പിനേഷൻസ് തന്നെയായിരിക്കും, പക്ഷേ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ ഏറ്റവും ലോ പ്രൈസിന് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ഉണ്ടാകുന്നതെങ്കിൽ ചിലപ്പം മരുന്നിൻ്റെ എഫക്റ്റ് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും, അതിൻ്റെ കറക്റ്റ് എഫക്റ്റ് തന്നെ കിട്ടിയെന്ന് വരില്ല, കുറച്ചും കൂടി സ്ലോവർ ആയിരിക്കാം, പക്ഷേ കുറച്ചും കൂടി സബ്സിഡൈസ്ഡ് റേറ്റിന് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ പ്രോഡക്റ്റ് പേറ്റൻറ്റ് വന്നതോട് കൂടിയിട്ട് നമുക്കിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കിട്ടാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അതേപോലെ തന്നെ മറ്റുള്ള മരുന്നുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് വില കൂടുതലും ആവാനായിട്ട് തുടങ്ങി. സോ കാരണം ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, വാട്ട് എവർ ദേ ആർ ഫിക്സിങ് ദാറ്റ് വിൽ ബി ദ പ്രൈസ് എന്നുള്ളതാണ്. സോ അവർക്ക് ലീഡ് ചെയ്യുകയും ചെയ്യാം, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും ചെയ്യാം. സോ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അഗ്രിമെൻറ്റ് ഓൺ അഗ്രികൾച്ചർ. The agreement on agriculture broadly deals with providing market access, reduction of export subsidies and government subsidies on agriculture produce by member countries. And this was the major demand of developing economies that could not access developed country markets due to high subsidies provided to the farmers by the developed countries. Developed countries എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വിഹിതം സബ്സിഡി ആയിട്ട് ഫാമേഴ്സിന് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസിൽ അത് സാധിക്കുന്നില്ല. ദി അഗ്രിമെൻറ്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് എക്സ്പോർട്ട് സബ്സിഡീസ് ആൻഡ് ഗവൺമെൻറ് സബ്സിഡീസ് ഓൺ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ബൈ മെമ്പർ കൺട്രീസ്. ദിസ് വാസ് ദി മേജർ ഡിമാൻഡ് ഓഫ് ഡെവലപ്പിംഗ് എക്കണോമീസ്. നമ്മളെപ്പോലെ ഡെവലപ്പ് ചെയ്യുന്ന കൺട്രീസിന് വരുന്ന ബുദ്ധിമുട്ടാണ്. The reduction of tariff and subsidies have opened up competition and provided better market access to Indian agricultural produce abroad. അപ്പോൾ അവർ എന്താ പറയുക, ഇതിൻ്റെ താരിഫ് റേറ്റും ഇതിൽ വരുന്ന എന്താ പറയുക നമ്മുടെ കോമ്പറ്റീഷൻ, സബ്സിഡീസും കാര്യങ്ങളും താരിഫ് റേറ്റും ഇതൊക്കെ റെഡ്യൂസ് ചെയ്തോട് കൂടിയിട്ട് we are also capable for the competition എന്നുള്ളതാണ്. And then agreement on sanitary and phytosanitary measures. Sanitary and phytosanitary measures are measures to protect human, animals and plants from diseases, pests or contaminants എന്നുള്ളതാണ്. അപ്പം സാനിറ്ററി എന്ന് പറയുന്നത് ഹ്യൂമൻ ആൻഡ് അനിമൽ എന്നുള്ള പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, ഫൈറ്റോ സാനിറ്ററി എന്ന് പറയുന്നത് പ്ലാന്റ്സിനുള്ള പ്രൊട്ടക്ഷനാണ്. സോ അതർ കൺട്രീസിൽ നിന്ന് വരുന്ന എന്താ പറയുക ചില രീതിയിലുള്ള വൈറസ് അറ്റാക്സ്, അതല്ലാന്നുണ്ടെങ്കിൽ ചില ഡിസീസസ്, കണ്ടാമിനേറ്റഡ് ഡിസീസസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തടയാനുള്ള കാര്യങ്ങളായിരുന്നു. This agreement provides for restricting imports that do not comply with the international standards relating to germs or bacteria etc. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബാരിയർ സൃഷ്ടിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ അതർ കൺട്രീസിൽ നിന്ന് കൊണ്ടുവരുന്ന ഏതെങ്കിലും സാധനങ്ങൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള രീതിയിൽ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല. കാരണം അതിലുള്ള ജേംസോ ബാക്ടീരിയാസോ നമ്മളിനെയോ ദാറ്റ് ഈസ് ഹ്യൂമനെയോ അതല്ലാന്നുണ്ടെങ്കിൽ അനിമലിനെയോ അതല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിനെയോ ഏതെങ്കിലും രീതിയിൽ ഹാംഫുൾ ആക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തടയുന്ന ഒരു സിസ്റ്റമാണ്. Since allowing such products into the country would lead to spread of diseases and pests in the importing country. So അതിന് നമ്മളൊരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, അതർ കൺട്രീസിന് ഇഷ്ടം പോലെ വൈറസും സാധനങ്ങളും അതല്ലാന്നുണ്ടെങ്കിൽ അസുഖങ്ങളും ഇതൊക്കെ അവരിങ്ങോട്ട് കയറ്റിവിടും. അപ്പോൾ അങ്ങനെ ഓരോ രാജ്യങ്ങളും നശിച്ച് ഇല്ലാതാകുന്നൊരു സിറ്റുവേഷൻ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് കേട്ടോ. The implication of these agreements is that there is an urgent need to educate exporters regarding international standards.
അപ്പോൾ ഈ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ ഇമ്പോർട്ടൻസും പറഞ്ഞ് മനസ്സിലാക്കി, കണ്ടത് മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരാനും പാടില്ല, കിട്ടിയത് മുഴുവൻ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കാനും പാടില്ല. അതിൻ്റേതായ സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് സാധനങ്ങൾ കയറ്റി അയക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഒക്കെ സാധിക്കുള്ളൂ. And then is multi-fiber agreement. Multi-fiber agreement എന്ന് പറയുന്നത് formulated to provide protection to the textile industry-ക്കുള്ളതാണ്. Okay, dismantling MFA, that is, was a major demand of developing countries who had a comparative cost advantage in the production and trade of textiles എന്നുള്ളതാണ്. MFA ഡിസ്മാൻറ്റിൽ ചെയ്തത് 1st January 2005 അപ്പോൾ ഇത് റിമൂവ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. The result was removal of quantitative restrictions on the textile imports in several European countries. As a consequence, a huge textile market was opened up. ഇതങ്ങനെ റിമൂവ് ചെയ്തോട് കൂടിയിട്ട് മൊത്തം ഒരു എൻറ്റയർ ടെക്സ്റ്റൈൽ മാർക്കറ്റാണ് നമ്മുടെ മുന്നിലേക്ക് തുറന്നു തന്നിട്ടുള്ളത്. ഓക്കെ, ചൈന, ഇന്ത്യ, Vietnam and Bangladesh are the major beneficiaries of the dismantling of MFA എന്നുള്ളതാണ്. ചൈന എക്സ്പ്ലോയിറ്റഡ് ദിസ് ഓപ്പർച്യൂണിറ്റി ദ മോസ്റ്റ്. ചൈനയ്ക്ക് പിന്നെ ഒരു ചാൻസ് കിട്ടല്ലേ വേണ്ട, അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുള്ളൂ, ഏത് മാർക്കറ്റ് ആയാലും. ഓക്കെ, സോ ദേ എക്സ്പ്ലോയിറ്റഡ് ലൈക്ക് സംതിങ് എന്നുള്ളതാണ്. സോ വിയറ്റ്നാം, അതേപോലെ തന്നെ ഇന്ത്യ, ബാംഗ്ലാദേശ്, ഇവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന് പുറമേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ റീച്ച്ഡ് അഗ്രിമെൻറ്റ്സ് ഓൺ സെവറൽ അതർ ഏരിയാസ്. എന്തൊക്കെയാണ്? മാർക്കറ്റ് ആക്സസ്, സേഫ് ഗാർഡ് മെഷേഴ്സ് ഇൻ കേസ് ഓഫ് ഇമ്പോർട്ട്, അതേപോലെ തന്നെ അഗ്രിമെൻറ്റ് ഓൺ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് ആൻഡ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി എന്നുള്ളതാണ്. ഓൺ ഇമ്പോർട്ട്സ് ഓൺ പ്രൂവൻ ഗ്രൗണ്ട്സ് ഓഫ് ഡംപിംഗ് എക്സെട്ര. ഇതിൽ ഡംപിങ്ങിനെ കുറിച്ച് പറയേണ്ടത്. എന്താണ് ഡംപിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദറ്റ് ഈസ് ചാർജിങ് a very low price in the international market എന്നുള്ളതാണ്. ഹോം മാർക്കറ്റിൽ ഹൈ പ്രൈസ് ചാർജ് ചെയ്യും, അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ. വെൻ ദേ കം ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ്, കോമ്പറ്റീഷൻ കൂടുതലുള്ളത് കൊണ്ട് വളരെ ലോ പ്രൈസ് അവർ ചാർജ് ചെയ്യും. പക്ഷേ ഇതൊരു തരത്തിൽ ഒരു ഫെയർ പ്രാക്ടീസ് അല്ല, ഇതൊരു അൺഫെയർ പ്രാക്ടീസാണ് ഡംപിങ് എന്ന് പറയുന്നത്. അത് എന്താ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യും. എവിടെ? ഡൊമസ്റ്റിക് കൺട്രീസിൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു രീതിയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ ഫെയർ പ്രാക്ടീസ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നൗ വിൽ മൂവ് ഓൺ വിത്ത് ദി റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ മാർക്കറ്റ് എക്കണോമി. ഇനി ഗവൺമെൻറ്റിന് എന്താണ് മാർക്കറ്റ് എക്കണോമിയിൽ വരുന്ന റോൾ എന്നുള്ളത് നോക്കാം. ഓക്കെ, മാർക്കറ്റ് എക്കണോമി ഹാസ് ഇറ്റ്സ് ഓൺ പ്രോബ്ലംസ്. Market is not perfect, with Adam Smith called the invisible hand of the market working automatically and efficiently. Does not work efficiently and automatically always. എപ്പോഴും എഫിഷ്യൻ്റ് ആയിട്ടും ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് വർക്ക് ചെയ്യുന്നതല്ല. ഇംപെർഫെക്ഷൻസ്, ഫെയിലിയേഴ്സ്, അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് മാർക്കറ്റിലും ഉണ്ടാവാറുണ്ട്. ഡിപ്രഷൻ 1930 ഉണ്ടായിട്ടുള്ളത്, റിസഷൻ 2008 2009 ഉണ്ടായിട്ടുള്ളത്, അതേപോലെ തന്നെ മേജർ ഫെയിലിയേഴ്സ് ഇൻ ദ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് തിങ് ഇസ് ദ റെഗുലേറ്ററി റോൾ എന്നുള്ളതാണ്. എ മാർക്കറ്റ് എക്കണോമി നീഡ്സ് എഫക്റ്റീവ് റെഗുലേഷൻ. എക്സസ് ഓഫ് ദി മാർക്കറ്റ് ക്യാൻ ക്രിയേറ്റ് ഇൻസ്റ്റെബിലിറ്റി. മാർക്കറ്റിൽ എന്തെങ്കിലും എക്സസ് വരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. മാർക്കറ്റ് എക്കണോമി ഇഫ് ലെഫ്റ്റ് അൺറെഗുലേറ്റഡ് ക്യാൻ റിസൾട്ട് ഇൻ ബിസിനസ് സൈക്കിൾസ് വിത്ത് ബൂംസ്, റിസഷൻസ് ആൻഡ് ഡിപ്രഷൻസ്. അപ്പം നമ്മൾ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് സൈക്കിൾസാണ് പിന്നെ വരിക. ദാറ്റ് ഈസ് ബൂംസ് വരാം, റിസഷൻസ് വരാം, ഡിപ്രഷൻസ് വരാം. ഓക്കെ, സോ ദി ഗവൺമെൻറ് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ ഇൻ റെഗുലേറ്റിംഗ് ദി എക്കണോമി. അപ്പോൾ എക്കണോമി, മാർക്കറ്റ് എക്കണോമിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ബൂംസ് അല്ലെങ്കിൽ റിസഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പരമാവധി ഫേസ് ചെയ്യാതിരിക്കാനായിട്ട് എപ്പോഴും മാർക്കറ്റ് എക്കണോമി അവർ റെഗുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഇൻ മോഡേൺ എക്കണോമീസ് റെഗുലേഷൻ ഇസ് ഡൺ ബൈ ദി സെൻട്രൽ ബാങ്ക്. അപ്പോൾ സെൻട്രൽ ബാങ്ക് തന്നെയാണ് നമ്മുടെ മോഡേൺ എക്കണോമിയിൽ മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്.
Second one is the planning role. Centralized planning practiced in the former communist countries has largely failed and has been abandoned by most countries. ഈ കമ്മ്യൂണിസ്റ്റ് കൺട്രീസിൽ കൊണ്ടുവന്നിട്ടുള്ള സെൻട്രലൈസ്ഡ് പ്ലാനിങ് ഉണ്ടായിരുന്നു. സോ ആ കാര്യങ്ങളൊന്നും വലിയ രീതിയിലുള്ള സക്സസ് ഒന്നും അവർ ഫേസ് ചെയ്തില്ല. അപ്പോൾ പല കൺട്രീസും ഈ ഒരു പ്ലാനുകളൊക്കെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. But most governments do some broad planning for the future. It is important to consider population growth and urbanization trends to plan what the future generation needs എന്നുള്ളതാണ്. സോ പോപ്പുലേഷൻ കൺട്രോൾ, ഇന്ത്യക്ക് നല്ല പ്രഷറുണ്ട് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം എന്നുള്ളത്, ദറ്റ് ഈസ് ഫ്രം ദി അതർ പാർട്സ് ഓഫ് ദി കൺട്രി എന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഇത് ഇവിടെ വളരെ എന്താ പറയുക, കുറച്ച് കാലഘട്ടം മുമ്പ് വരയ്ക്കും ഭയങ്കര സോഷ്യൽ അഡ്വർടൈസിങ് ഉണ്ടായിരുന്നു. ഒരു കുട്ടി മതി അല്ലെങ്കിൽ 2 കുട്ടി മതി, അതിന് കൂടുതൽ വേണ്ട എന്നുള്ളത്, നമുക്ക് അതിന് ഉള്ള ഇഷ്യൂസ്. അപ്പം അങ്ങനെ ഒരു സൊസൈറ്റൽ അഡ്വർടൈസിങ് കുറേ ഉണ്ടായിരുന്നു. ദറ്റ് ഈസ് പോപ്പുലേഷൻ കണ്ടമാനം അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഈസ് നമുക്കൊരു കാര്യങ്ങളും വിചാരിച്ച പോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം പോപ്പുലേഷൻ്റെ കാര്യങ്ങളും urbanization, അപ്പോൾ എത്രത്തോളം ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, റൂറലിന് എത്രത്തോളം നമ്മൾ urban ഇതിലേക്ക് മാറുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ദറ്റ് ഈസ് എന്താ പറയുക കൃത്യമായിട്ടുള്ള പ്ലാനുകൾ പ്ലാൻ ചെയ്യുന്നതും അതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നതും. നെക്സ്റ്റ് ഈസ് ഓൺട്രപ്രീനിയറൽ റോൾ എന്നുള്ളതാണ്. Decolonization phase after the Second World War, many newly independent countries like India adopted the mixed economy. സോ ഇവിടെ വന്നിട്ടുള്ള സിസ്റ്റം എന്താണെന്നുണ്ടെങ്കിൽ പരമാവധി ഗവൺമെൻറ് ആസ് ഓൺട്രപ്രനിയർ ഓർ പ്രൊമോട്ടർ ഹാസ് നോട്ട് ബീൻ എ ഗ്രേറ്റ് സക്സസ്. എല്ലാ സ്ഥലത്തും ഗവൺമെൻറ് തന്നെ ഓൺട്രപ്രനറായിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള സക്സസ് ഒന്നും കാണുന്നില്ല. അങ്ങനെയാണ് നമ്മളിതൊക്കെ ദറ്റ് ഈസ് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഓൺട്രപ്രനർ ആവാം, ഓൺട്രപ്രനർഷിപ്പ് വരാം. ഓൺട്രപ്രനറൽ ആക്ടിവിറ്റീസ് എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നുവോ അത്രത്തോളം ഇക്കണോമിയിലെ മാറ്റങ്ങളുണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം ഒരു ഇൻഡസ്ട്രി നമ്മളെ കൊണ്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ 5-10 ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് ജോലി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരാൾ കാരണം 10 ആളാണ് ഇൻക്രീസ് ചെയ്യുന്നത്, 10 ആൾക്കാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഇനി അത് കുറച്ചും കൂടി ബെറ്റർ പൊസിഷനിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 20 ആൾക്കാർക്കോ 50 ആൾക്കാർക്കോ ജോലി സാധ്യതകളുണ്ട്. ഇങ്ങനെ നമ്മൾ മാക്സിമം ഇൻഡസ്ട്രീസ് കൊണ്ടുവന്നാൽ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നാൽ മാത്രമാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുള്ളൂ, അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് കാരണം ഓരോ വർഷം ഗവൺമെൻറ് അവരുടെ ബഡ്ജറ്റിങ്ങിലും അവരുടെ പ്ലാനിങ്ങിലും വലിയ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഓൺട്രപ്രണറൽ ആക്ടിവിറ്റീസിന് അവരെ മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് പ്രൊമോഷണൽ റോളാണ്. പ്രൊമോഷണൽ റോൾ എന്ന് പറയുമ്പം ഇൻ മാർക്കറ്റ് എക്കണോമി ബൾക്ക് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് കംസ് ഫ്രം ദി പ്രൈവറ്റ് സെക്ടർ. But if private sector is to invest in business, adequate infrastructure is necessary. Investment in social infrastructure like education, health may not attract much private investments, since these segments may not be very attractive from the profit perspective. അപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന മേഖലകൾ ഏതാണോ ഇതൊക്കെ നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത്, ഇതിനൊന്നും വലിയ രീതിയിലുള്ള ഇതൊക്കെ ഒരു സർവീസ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇന്ന് ഇന്ത്യ കാശുണ്ടാക്കുന്നത് മുഴുവൻ ഇതിലാണ്. ഓക്കെ, എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് മെയിനായിട്ട് റോഡ്, പോർട്ട്, അതേപോലെ തന്നെ പവർ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, മേജർ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഗവൺമെൻറ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ്, റെഗുലേഷൻ ടു പ്രിവെൻറ്റ് മാർക്കറ്റ് ഫെയിലിയർ, പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റെബിലൈസേഷൻ ഓഫ് ദി ഇക്കണോമി, റീഡിസ്ട്രിബ്യൂട്ടീവ് ഫങ്ഷൻ. അതായത് ഇൻഇക്വാലിറ്റീസ്, എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് ക്രിയേറ്റ് മേജർ പ്രോബ്ലംസ് ഇൻ മാർക്കറ്റ് എക്കണോമീസ്. Huge inequalities in the distribution of income and wealth. Therefore, governments have an important role to play in reducing inequalities. So, അവരെ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്താണ്? ടാക്സേഷൻ, ലാൻഡ് റിഫോംസ്, ആൻറ്റി പോവർട്ടി പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് സോഷ്യൽ ജസ്റ്റിസ് അച്ചീവ് ചെയ്യാനായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളത് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷനാണ്. Environmental degradation is a major problem of modern times.
Unbridled growth can result in pollution and degradation of the environment. Excessive burning of fossil fuels and emission of greenhouse gases have seriously harmed the environment. നമുക്കറിയാം നമ്മൾ ഈ ലോക്ക്ഡൗണിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. കുറച്ച് നാൾ എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് ഒരു വണ്ടി പോലും പുറത്തിറങ്ങിയിട്ടില്ല. റോഡുകൾ മുഴുവൻ വിജനമായിട്ട് കിടന്നൊരു സമയമുണ്ടായിരുന്നു. 40 ദിവസം, ആദ്യത്തെ 40 ദിവസം ഒന്നും തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല ആരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താ ഉണ്ടായത്? പൊല്യൂഷൻസും ഇഷ്ടംപോലെ എന്താ പറയുക, കുറേ സാധനങ്ങളും വേസ്റ്റും ഇതൊക്കെ കത്തിച്ചിട്ട് മാക്സിമം പൊല്യൂഷൻ കാരണം ഓസോണിലുള്ള വലിയ ഹോൾ എന്ന് പറയുന്ന സംഭവം തന്നെ നാച്ചുറലി ഹീലായി എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻവയൺമെൻറ്റിനും ഇടയ്ക്കിട്ടിട്ട് അപ്പോഴാണ് എല്ലാം വീട്ടിലെല്ലാവരും ഇങ്ങനെ പറഞ്ഞു, എവറി ഇയർ നമ്മൾ ഒരു 1 വീക്ക് ലോക്ക്ഡൗൺ കൊടുക്കണം. ഒരു കമ്പനിയും വേണ്ട, ഒരു എഡ്യൂക്കേഷനും അല്ല, ഒരു സ്കൂൾസോ കോളേജസോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് കമ്പനി വർക്കിങ്ങോ ഒന്നും വേണ്ട. എവറിത്തിങ് ടു സ്റ്റാൻഡ് സ്റ്റിൽ എന്നുള്ളതാണ് 1 വീക്ക്. അപ്പോൾ എന്താണ്, പ്രകൃതിക്ക് അതിൻ്റേതായ ഒരു ഹീലിങ്ങുള്ള ഒരു സമയമാണ്. നമ്മൾ കാണാത്ത തരം പക്ഷികളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് വന്നു തുടങ്ങി. മറ്റേത് ഈ പുകയും ഈ പൊല്യൂഷനും ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവർക്കൊന്നും നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള ഒരു അനുവാദം പോലും ഇല്ലേ കിളികൾക്കൊക്കെ. അവരൊക്കെ വേറെ എവിടേക്കോ പറന്നു പോകുന്നൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ അതല്ല, പ്രകൃതി തന്നെ മൊത്തം ക്ലീനായപ്പോൾ അവർ നമ്മുടെ വീടിന് ചുറ്റും കറങ്ങി നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവരെ രസകരമായ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അങ്ങനെ മൊത്തത്തിൽ തന്നെ ഒരു പൊല്യൂഷൻ ഇല്ലാത്തൊരു എൻവയൺമെൻറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പരമാവധി എന്താ പറയുക, മരങ്ങളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക, മാക്സിമം നാച്ചുറൽ വെജിറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിലും ഗവൺമെൻറ് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല ഗുഡ്സ് പബ്ലിക്കിന് കൊടുക്കാൻ, അതേപോലെ തന്നെ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യാൻ, മാർക്കറ്റ് ഫെയിലിയേഴ്സ് ഇല്ലാതിരിക്കാനായിട്ട്, പിന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റീഡിസ്ട്രിബ്യൂട്ടീവ് ഫങ്ഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷനിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് മെയിനായിട്ട് ഇന്ത്യയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും എങ്ങനെയാണ് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതോട് കൂടിയിട്ട് നമ്മുടെ എക്കണോമിക്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മക്കൾക്ക് റിവിഷൻ ക്ലാസ്സസ് ആയിട്ട് നമുക്ക് ഓരോ ചാപ്റ്ററും ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയം ഉണ്ടായിരിക്കും കേട്ടോ. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എൻ്റെയും സുധമിസിൻ്റെയും ക്ലാസ്സും ചേർത്തിട്ട് നമുക്ക് ആകെ കൂടി 36 ക്ലാസ്സേ വരുന്നുള്ളൂ. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് പതുക്കെ ഓരോന്നൊക്കെ റിവിഷൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമയമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടിയും നല്ലോണം പഠിക്കാം. റിവിഷൻ്റെ സമയത്ത് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് നമ്മളിവിടെ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയൊരു പോർഷൻ ഞാൻ നാളെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് യൂട്യൂബിലല്ല നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഇതിലേക്ക് ഞാൻ അയച്ചു തരാം കേട്ടോ. താങ്ക് യു.